എനിക്കറിയില്ല. 2 വർഷം മുമ്പ് പെട്ടെന്നൊരു ദിവസം അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയി. എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും സാർ കാത്തിരിക്കുകയാണോ? അതെ. ചില കാത്തിരിപ്പുകൾക്ക് സമയപരിധിയില്ല ഭൂമി. അവള് തിരികെ വരുമെന്ന് എനിക്കറിയില്ല. വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിപ്പോഴും കാത്തിരിക്കുകയാണ്. എന്റെ നയനെ. ആ പെൺകുട്ടി എത്ര ഭാഗ്യവതിയാ. അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ് സാറിന്റെ ഈ പ്രണയം. എനിക്കവിടെ മറക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവർ അഞ്ജനുമായിട്ടുള്ള എൻ്റെ വിവാഹം ഉറപ്പിച്ചു. അവൾ എൻ്റെ കസിനാ. എനിക്കവളെ ഇഷ്ടമല്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നാവില്ല. വെറുതെ സ്വപ്നം കാണരുതെന്ന് ഞാൻ അവളോട് പലവട്ടം പറഞ്ഞതാ. പക്ഷെ കേൾക്കുന്നില്ല. എല്ലാവരും ചേർന്ന് എന്നെ മുത്തശ്ശിയെ വേദനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് വഴങ്ങി കൊടുത്തത്. മനസ്സില്ലാ മനസ്സോടെ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത്. അപ്പോ എന്നോട് വിവാഹ നാടകം കളിക്കാൻ പറഞ്ഞത് എന്തിനാ? ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? ഞാൻ വേറൊരു വിവാഹം കഴിച്ചെന്ന് അറിഞ്ഞാൽ അഞ്ജൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് പിന്മാറും. വീട്ടുകാരും പിന്നെ എന്നെ നിർബന്ധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നോട് സഹായം ചോദിച്ചത്. അല്ലാതെ തൻ്റെ ജീവിതം വെച്ച് കളിക്കാനോ തന്നെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല. എന്തായാലും എനിക്ക് നയനെ മറക്കാൻ കഴിയില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തൊരാളെ വിവാഹം കഴിച്ച് എൻ്റെയും അവളുടെയും ജീവിതം നശിപ്പിക്കാനും കഴിയില്ല. വിവാഹ നാടകം ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഭൂമിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പകരം എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. ഭൂമിയുടെ അമ്മയെ പുറത്തിറക്കാൻ ഞാൻ എൻ്റെ യൂണിഫോമിൻ്റെ ബലത്തിൽ നിയമപരമായിട്ട് സഹായിക്കാം. കേസ് നടത്താനുള്ള സകല ചെലവും ഞാൻ വഹിക്കാം. തെറ്റിദ്ധരിക്കരുത്. ഭൂമി ആവശ്യപ്പെട്ടാൽ മാത്രം കാശ് തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതിൻ്റെ പ്രതിഫലമല്ല. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഭൂമി. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുന്ന വേറൊരാൾ ഈ മണ്ണിലില്ല. ഭൂമി മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? എൻ്റെ ഒരു സുഹൃത്തെന്ന നിലയിലാണ് ഞാൻ ഭൂമിയുടെ ഇങ്ങനെയൊരു സഹായം ചോദിച്ചത്. തീരുമാനം എടുക്കേണ്ടത് ഭൂമിയാണ്. സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി വിവാഹ നാടകം കളിക്കണം. വിവാഹം, ഭാര്യയുടെ വേഷം കിട്ടിയുള്ള അഭിനയം എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ. താൻ ടെൻഷനാവണ്ട. കൂടുതൽ സമയമൊന്നുമില്ല. എന്നാലും ഇങ്ങനൊരു കാര്യമല്ലേ, ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി.